ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു എഗ് സാൻഡ്വിച്ചാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടി സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ ബ്രെഡാണ്. ഞാനിവിടെ ഒരു 4 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരളവാണ് പറയുന്നത്. സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടി 4 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 4 സാൻഡ്വിച്ച് റെഡിയാക്കാൻ 4 മുട്ടയാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. മുട്ട ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിലെ എഗ് യോക്കും അതുപോലെ വൈറ്റും വേറെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ്. 1/4 കപ്പ് തന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. 1/4 കപ്പ് തന്നെ ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാബേജാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചോപ്പ് ചെയ്യാം. 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് കുരുമുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടി ചേർക്കുന്നത് മയണൈസാണ്. അപ്പോൾ മയണൈസ് എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള മയണൈസ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ലൂസായിട്ടുള്ള മയണൈസിനെക്കാട്ടും കുറച്ച് കട്ടിയുള്ള മയണൈസാണ് ഈ ഒരു സാൻഡ്വിച്ചിന് ആപ്റ്റായിട്ട് ഉണ്ടാവുക. മിക്സ് റെഡിയാക്കിയതിന് ശേഷം ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് മാത്രം, ഒരു പിഞ്ച് ഉപ്പ് മാത്രം മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി സാൻഡ്വിച്ച് ഒന്ന് റെഡിയാക്കാം. സാൻഡ്വിച്ച് റെഡിയാക്കുന്നതിന് മുമ്പ് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് ടോസ്റ്റ് ചെയ്യാവുന്നതാണ്. ടോസ്റ്ററിലോ പാനിലോ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യാം. ഇനി അതിന് മുകളിലേക്ക് സാൻഡ്വിച്ചിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടുത്തൊരു ബ്രെഡ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് വെക്കാം. ഇനി ഞാനിതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് സൈഡ് കട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് സൈഡ് കട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപടി 2ആയിട്ടോ മറ്റോ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു സാൻഡ്വിച്ച് ഡയഗണലി കൂടി കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. അധികം സ്പൈസി അല്ലാത്ത സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.